വാ നമുക്കിപ്പോൾ തന്നെ ഇലുവിനടുത്തേക്ക് പോവാം. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ബൈക്കിനടുത്തേക്ക് നടന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇലുവിനെ കാണാൻ പോകുന്നതിലുള്ള ആകാംക്ഷയിലാണവർ. പ്രത്യേകിച്ച് ഫറവും ഫാദിയും റാഷിയും നൂറും. അവരുടെ ഹൃദയം എന്തെന്നില്ലാതെ മിടിക്കുന്നത് അവർ അറിയുന്നുണ്ട്. ഹോസ്റ്റലിലെത്തി വാർഡൻ അടുത്തേക്ക് പോകുമ്പോഴാണ് സാറുമാർ ഫറുവിനെയും ടീമിനെയും കാണുന്നത്. നിങ്ങളെന്താ ഇവിടെ? പ്രിൻസി അവരെ നോക്കി പിരികം ചുളിച്ചു. ഇവിടെ 10 രൂപക്ക് 2 കിലോ മാങ്ങ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, അത് വാങ്ങാൻ വന്നതാ. ഫറു പ്രിൻസിയെ നോക്കി കുച്ചം വാരി വിതറി. ഡാ, തർക്കുത്തരം പറയാത്ത കാര്യം പറയടാ. ഹസൻ ഫറുവിന്റെ ചെവിയിൽ പിടിച്ചു പറഞ്ഞതും ഫറു ഒന്ന് ഇളിച്ചു. എൻ്റെ പൊന്നു പപ്പ, ഇലുവിനെ കാണാൻ വന്നതാ ഞാൻ. ആ വേദനയ്ക്ക് എൻ്റെ ചെവിന്ന് വിട്ട പപ്പ. ഫറു കുഞ്ഞു കുട്ടികളെ പോലെ പറഞ്ഞത് കേൾക്ക് അയാൾ ഒരു ചിരിയോടെ അവൻ്റെ ചെവിയിലെ പിടിവിട്ടു. എന്തിന്? വീണ്ടും അവളെ സ്റ്റെയറിൽ നിന്ന് താഴിടാനോ? ദേഷ്യത്തോടെ ചോദിച്ച റാഷിയെ കാണാൻ ഫറു ഒന്ന് തല താഴ്ത്തി. ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് പറയാൻ വന്നതാ. എനിക്കറിയാം, അവളെ ഞാൻ വീട്ടിൽ കേട്ടത് മുതൽ റാഷി സാറിനും ജോ സാറിനും ഒക്കെ എന്നോട് ദേഷ്യമുണ്ടെന്ന്. സോറി. ഫറു പറഞ്ഞത് കേൾക്ക് എല്ലാവരും അവനെ കണ്ണുവിടർത്തി നോക്കി. എൻ്റെ മോന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? എന്നാ നടക്ക്, നമുക്ക് വേഗം ചെന്ന് സോറി പറയാം. എൻ്റെ മോൻ ആരോടെങ്കിലും ഒന്ന് സോറി പറയുന്നത് കാണാനും വാപ്പയായ എനിക്ക് ആഗ്രഹം കാണില്ലേ? ഹസൻ കളിയാക്കി പറഞ്ഞതും അയാളെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചവൻ ഹോസ്റ്റലിലേക്ക് കയറി. നേരെ വാർഡന് മുമ്പിലേക്ക് ചെന്നതും ആ സ്ത്രീയുടെ കയ്യിലുള്ള കുഞ്ഞിനെ ഫറു ശ്രദ്ധിച്ചു നോക്കി. ഈ കുഞ്ഞിനെ ഞാൻ എവിടെയോ? ഫറു ആ കുഞ്ഞിനെ സൂക്ഷ്മവും ശ്രദ്ധിച്ചു. ഇതെന്താ, ബോയ്സ് ഹോസ്റ്റൽ ഇങ്ങോട്ട് മാറ്റിയോ? ജെന്നിയുടെ ചോദ്യം കേട്ടതും തല ചെരിച്ചവർ അവളെ നോക്കി. അപ്പോഴാണ് കുഞ്ഞിനെ എവിടെയാണ് കണ്ടുപരിചയമെന്ന് അവന് മനസ്സിലായത്. നമ്മളെ സ്വന്തം ജോന്റെയും ജെന്നിയുടെയും ഒരേ ഒരു സന്തതിയാണ് വാർഡന്റെ കയ്യിലുള്ളത്. ഓ ജെന്നിഫർ, താനെന്താടോ ഇവിടെ? പ്രിൻസിയുടെ ചോദ്യത്തിന് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ഒരാളെ കാണാൻ വന്നതാ. നിങ്ങളോ? ആ, ഞങ്ങളും ഒരാളെ കാണാൻ വന്നതാ. എൻ്റെ പുന്നാര മോൻ കാരണം ഒരു കൊച്ചി ഇവിടെ കിടപ്പിലായിട്ടുണ്ട്. സോ ഒന്ന് കണ്ടേച്ചും പോവാമെന്ന് കരുതി. പ്രിൻസി ഒന്ന് നെടുവീർപ്പിട്ടു. ഓ, അപ്പൊ നിങ്ങളും ഇലുവിനെ കാണാൻ വന്നതാണല്ലേ? മിസ്സിനെങ്ങനെ അവളെ അറിയാം? അഫ്നാൻ കണ്ണുവിടർത്ത് ജെന്നിയെ നോക്കി. ചെറിയൊരു കണ്ടുപരിചയം, അത്രേ ഉള്ളൂ. ജെന്നി ചിരിയോടെ അതും പറഞ്ഞ് വാർഡനെ നോക്കി. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ? ഞാനൊരു അർജന്റ് കോൾ വന്നിട്ടാ മാറി നിന്ന്. സോറി. ജെന്നി വാർഡനെ നോക്കി പുഞ്ചിരിച്ചു. കുഞ്ഞിനെ എടുക്കാൻ നോക്കിയെങ്കിലും ലയ കൂടുതൽ ആ അമ്മയോട് ചേർന്ന് നിന്നു എന്നല്ലാതെ ജെന്നിയുടെ അടുത്തേക്ക് ചെന്നില്ല. അത് ശരി, ഇപ്പോൾ കണ്ട അമ്മയെ നിനക്ക് പറ്റും, എന്നെ പറ്റില്ലെന്നു. ജെന്നി കണ്ണുവിടർത്തി ലയയെ നോക്കി. ചേച്ചി, ഇലുവിൻ്റെ റൂം പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഒന്ന് ചെന്ന് അവളെ കാണാമായിരുന്നു. ഫറു ഇലുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ ചോദിച്ചത് കേൾക്കെ വാർഡൻ അവരെ നോക്കി. വെറും 3 ആളെ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ഇപ്പോൾ കുറേ ആളുണ്ടല്ലോ. വാർഡൻ അന്നമ്മ ജോനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. സോറി. ജോ ഇളിച്ചു പറഞ്ഞതും അവരൊന്ന് അമർത്തി മൂളി. ഇതിപ്പോ ഫറു സോറി പറയാൻ ഇറങ്ങി തിരിച്ചത് 4 സൈഡിൽ നിന്നും സോറി എന്ന് മാത്രമേ കേൾക്കാനുള്ളല്ലോ. ആദ്യം കളിയാക്കി പറഞ്ഞതും ഫറു അവനെ പുച്ഛിച്ച് മുഖം തിരിച്ചു നിന്നു. ഇനി മേലിൽ ഒരൊറ്റൊന്നും ഇങ്ങോട്ട് വന്നു പോകരുത്. ഹോസ്റ്റലിന്റെ റൂൾസ് തെറ്റിച്ചാണ് നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത്. സോ അവളെ കണ്ട് വേഗം പൊക്കോളിയല്ല. വാർഡൻ ഗൗരവത്തോടെ പറഞ്ഞതും അവരൊന്ന് മൂളി. 3rd ഫ്ലോറിലെ ഫസ്റ്റ് റൂമാണ് അവരുടേത്. റൂം നമ്പർ കിട്ടിയതും അവരെല്ലാം സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി. ജോ മാത്രം അവിടെ നിന്നത് കണ്ട് അന്നമ്മ അവനെ നോക്കി പിരികമുയർത്തി. എന്തേ, നിനക്ക് അവളെ കാണണ്ടേ? ഞാൻ അവളെ മാത്രം കാണാൻ വന്നതല്ലല്ലോ, എൻ്റെ അന്നമ്മയെ കൂടി കാണാൻ വന്നതല്ലേ? ജോ സൈറ്റ് അടിച്ച് പറഞ്ഞതും അന്നമ്മ മുഖം വീർപ്പിച്ച് അവനെ നോക്കി. ജോ, മേരി വിളിച്ചിരുന്നു. വീട്ടിലെല്ലാം അറിഞ്ഞു. ഇവിടേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പ. എനിക്ക് പേടിയാവുന്നു. ജെന്നി കണ്ണു നിറച്ച് ജോനോട് ചേർന്ന് നിന്നതും അന്നമ്മയുടെ കണ്ണ് വിടർന്നു. അയ്യേ, അതിനൊക്കെ നീ പേടിച്ചാലോ? അവർ വന്നാലൊന്നും എൻ്റെ കെട്ടിയോളെയും കുട്ടിയെയും ഞാൻ അങ്ങേർക്ക് വിട്ടുകൊടുക്കാനൊന്നും പോണില്ല. ജോ ജെന്നിയുടെ നെറ്റിയിലൊന്ന് മുത്തി അവളെ ചേർത്ത് പിടിച്ചു. അന്നമ്മ, സോറി. എനിക്കറിയാം ഈ പിണക്കവും ദേഷ്യവും കാണിക്കുന്നത് ഒരു ദിവസം പോലും ഞാൻ വിളിച്ചു നോക്കാത്തത് കൊണ്ടാണ് എന്ന്. ഇവളുടെ വീട്ടുകാർക്കറിയാം ഞാനും ഇവള് പ്രണയത്തിലായിരുന്നു എന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അങ്ങനെ തപ്പി പിടിച്ച് വീട്ടിൽ കയറി വന്നാൽ എൻ്റെ അന്നമ്മയോട് ചൂടാവും. പോരാത്തതിന് അന്നമ്മൻ്റെ കോൾ ലിസ്റ്റിൽ ഞാനുണ്ടെങ്കിൽ അവർക്ക് എന്നെ പൊക്കാൻ ഈസിയാവും. പിന്നെ അന്നമ്മ ഞങ്ങൾക്ക് കൂട്ടുനിന്നതും അവർ പറയണ്ട എന്ന് തോന്നി. അതുകൊണ്ടാണല്ലോ എൻ്റെ അന്നമ്മയെ ഞാൻ വിളിക്കാതിരുന്നത്. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല. ജോ അന്നമ്മയെ സൈഡിലൂടെ കെട്ടിപ്പിടിച്ചതും അവരുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അയ്യേ, എൻ്റെ അന്നമ്മക്ക് അറിയാ. നോക്ക് ജെന്നി, ഈ കണ്ണ് നിറയ്ക്കുന്നൊന്നും അല്ല കേട്ടോ എൻ്റെ അമ്മച്ചി. എൻ്റെ അമ്മച്ചി എപ്പോൾ നോക്കിയാലും ചിരിച്ചു നിൽക്കുന്ന ഒരു കിളവിയാണ്. ജോ പറഞ്ഞത് കേൾക്കെ അന്നമ്മയൊന്ന് ചിരിച്ചു. മോളെ നേരിട്ട് മാത്രമേ കാണിച്ചു തരുള്ളൂ എന്ന് ഈ തല്ലുകൊള്ളി പറഞ്ഞതുകൊണ്ട് അമ്മ ഇതുവരെ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ല. അതുകൊണ്ടാ എൻ്റെ മോളാണ് നീയെന്ന് എനിക്ക് മനസ്സിലാവാതെ പോയത്. ജോച്ചാൻ എനിക്ക് അമ്മയെയും കാണിച്ചു തന്നിരുന്നെങ്കിൽ എനിക്കും മനസ്സിലാവുമായിരുന്നു ഇത് ജോച്ചാൻ്റെ അമ്മച്ചിയാണെന്ന്. അമ്മയും മരുമോളും ആദ്യമായി കണ്ടുമുട്ടിയത് കൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു. അന്നമ്മ ഇടയ്ക്കെല്ലാം തൻ്റെ കയ്യിലുള്ള ലയമോളെ ചുംബിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പേരക്കുഞ്ഞിനെ മാറോടണക്കിയവർ കണ്ണു നിറയ്ക്കുന്നുമുണ്ടായിരുന്നു.
സ്റ്റെയർ കയറി അന്നമ്മ പറഞ്ഞ റൂമിന് മുന്നിലെത്തിയതും ചെറുതായി ചാരിയിട്ട ഡോർ ഫറു തുറന്നു അകത്തേക്ക് നോക്കി. ബെഡിൽ നീണ്ടു നേർന്നു കിടന്നു ഫോൺ ചെയ്യുന്ന ഇലുവിനെ അവർ കണ്ടെങ്കിലും ഇലു അവരെ കണ്ടിരുന്നില്ല. ഐ ലവ് യുടാ ഉമ്മ. ഇലു പറഞ്ഞത് കേൾക്കെ ഫറുവിൻ്റെയും നൂറിൻ്റെയും ഹൃദയമിടിപ്പ് സ്തംഭിച്ചുപോയി. ഇലു മറ്റൊരുവനെ പ്രണയിക്കുന്നുണ്ടോ? എനിക്ക് വിധിച്ച പെണ്ണല്ലേ അവള് എന്ന് ഒരു നിമിഷം രണ്ടുപേരുടെയും മനം ഒരുപോലെ അവരോട് ചോദിച്ചു കൊണ്ടിരുന്നു. ഇലു പറഞ്ഞതിൻ്റെ മറുപടിയായി ഐ ഹേറ്റ് യു ചക്കരെ എന്ന ദാനിയിൽ നിന്ന് തിരിച്ചവർക്ക് ലഭിച്ചു.